hello friends, welcome back to my channel. I am Rock. എൻ്റെ പേര് മുഹമ്മദ് അമീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ ആ കവർ ഫോട്ടോ ഓർ ചാനലായിട്ട് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോ ഈ ചാനലായിട്ട് തന്നെ നിർമ്മിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് നല്ല റീച്ചും നിങ്ങളുടെ സപ്പോർട്ടും കിട്ടിയിരുന്നു. 16K വ്യൂസ് കിട്ടി. ഒരുപാട് താങ്ക്സ്. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ച ഡൗട്ടാണ്, അതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട് ഞാൻ ചെയ്തതിൽ. അത് ക്ലിയർ ചെയ്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുത്തൻ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാം. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിലേക്ക് പോകണമെന്നാണ് അതൊന്ന്. പിന്നെ പറയണത് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിലേക്ക് പോകണമെന്നാണ് രണ്ടാമത്തത്. ഇതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ചാനലായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ ഭാഗം ഒന്ന് കാണാം, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ട, നിങ്ങൾക്ക് പല ആപ്ലിക്കേഷനുണ്ട്. ഞാനിപ്പോൾ ചൂസ് ചെയ്യണത് കൈൻ മാസ്റ്ററാണ്. ഞാൻ ആദ്യം പിക്സാർട്ടിൽ ഓരോരോ ലോഗോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ കവർ ഓർ ചാനലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, 16:9 കൊടുക്കുക. എന്നിട്ട് മീഡിയ പോവുക, ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുക. ഞാൻ ഇപ്പോൾ ഒരു മഞ്ഞ കളറാണ് ഇടുന്നത്. എന്നിട്ട് ലെയർ ക്ലിക്ക് ചെയ്യുക, മീഡിയ പോവുക. പിക്സാർട്ടിൽ നമ്മുടെ ലോഗോയും കാര്യങ്ങളും ഉണ്ടാവും. അതിൽ നിന്ന് ലോഗോ എടുത്ത് വളരെ ചെറുതാക്കിയിട്ട് പരമാവധി സെൻറ്ററിലാക്കി വെക്കുക, ഒരു സൈഡിലാക്കി വെക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ മീഡിയ ഇപ്പോൾ ഞാൻ ഇനി സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് പറഞ്ഞുള്ള ടെക്സ്റ്റാണ് ഇനി ഇടാൻ പോണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവരവരുടെ ചാനലായിട്ട് എങ്ങനെ ഇടണമെന്നുള്ളത് നിങ്ങൾ മറക്കേണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കല്ലേ. ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ് നോക്കണത്. ഞാനങ്ങനെ സിമ്പിളായിട്ട് ചാനലായിട്ട് ഉണ്ടാക്കി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ആദ്യം നമുക്ക് പാടായിട്ട് തോന്നും, പിന്നെ സിമ്പിളാണ്. അപ്പോൾ എന്നിട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെൻട്രലാക്കിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ടാണ് നമ്മുടെ ചാനലാർട്ടിൻ്റെ കവർ ഇടാൻ പോകുന്നത്. അപ്പോൾ നേരെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ചിൽ youtube.com എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ പലരും കാണിക്കണ മിസ്റ്റേക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. താഴെ ഇങ്ങനെ സജഷൻ വരുന്നതിൽ ക്ലിക്ക് ചെയ്യും, അപ്പോഴാണ് നേരെ യൂട്യൂബിലേക്ക് പോണത്. ഇപ്പോൾ എൻ്റെ പോയില്ല, അതാണ് സംഭവം. എനിക്ക് അറിഞ്ഞൂടെ, ചിലവരങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി തന്നെ. നമ്മളിപ്പോൾ രണ്ടാമത് അങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. പലരും പറയുന്നുണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിൽ പോകണമെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ പോണത്? ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക, youtube.com. സോറി youtube.com സെർച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. വേറെ ഒന്നും ക്ലിക്ക് ചെയ്യണ്ട. എന്നിട്ട് നമുക്കിത് എങ്ങനെ ഇട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഡെസ്ക് ടോപ്പ് സൈറ്റ് വ്യൂ ആക്കണം. അതിനായിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്കാനായിട്ടുള്ള സ്വിച്ച് ഉണ്ട്. അവൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും.
അപ്പോൾ ഇങ്ങനെ വന്നാലേ നമുക്ക് നമ്മുടെ ചാനൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദേ ഇപ്പോൾ ഇനി അടുത്ത മിസ്റ്റേക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് പോകണത്. ദേ ഈ റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിലാണ് നമ്മളെ. എന്നിട്ട് യുവർ ചാനൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ യുവർ ചാനൽ. ദേ ഇവിടെ ഉണ്ട് ദേ കസ്റ്റമൈസ് യുവർ ചാനൽ എന്നുള്ള കാണാൻ സാധിക്കുന്നില്ലേ? അതുമ്മ ക്ലിക്ക് ചെയ്യുക. കണ്ടോ കസ്റ്റമൈസ് ചാനൽ, അതുമ്മ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. ഇവിടെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ കൊടുക്കേണ്ടത്. ചിലവർ ഗെറ്റ് ദി ആപ്പ് എന്ന് പറഞ്ഞു കൊടുത്ത് നേരെ യൂട്യൂബ് സ്റ്റുഡിയോക്ക് പോകണം. അപ്പോഴാണ് ഓരോരുത്തർ ചോദിക്കണത് യൂട്യൂബ് സ്റ്റുഡിയോ ഡിസേബിൾ ആക്കണോ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും വേണ്ട, കണ്ടിന്യൂ ടു സ്റ്റുഡിയോ ആണ് കൊടുക്കേണ്ടത് താഴെയുള്ള. ലോഡ് ആവണുള്ളൂ, വെയിറ്റ് ചെയ്യ്. ഇനിയാണ് അടുത്ത മിസ്റ്റേക്ക്. വ്യൂ ചാനൽ കൊടുക്കുമ്പോൾ നേരെ യൂട്യൂബിലേക്ക് പോകണമെന്ന് പറയണം. ഇപ്പോൾ അത് കാണിച്ചു തരാം. കണ്ടോ മുകളിൽ വ്യൂ ചാനൽ, അത് കൊടുത്താൽ നമ്മുടെ യൂട്യൂബിലേക്കാണ് പോവുക. അതല്ല കൊടുക്കേണ്ടത്. നേരെ ബാക്ക് അടിക്കുക. അവിടെ ബ്രാൻഡിങ് എന്നാ ഉണ്ട്, അതുമ്മ ക്ലിക്ക് ചെയ്യണം. ബേസിക്കിൻ്റെ റൈറ്റ് സൈഡിൽ. ഇപ്പോൾ വ്യൂ ചാനൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ പോകണം. അതൊന്നുകൂടി കാണിച്ചാണ്. ആ ബ്രാൻഡിങ് ഉണ്ടാവും. ഇവിടെയാണ് നമ്മ കൊടുക്കേണ്ടത്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ ഇവിടെയാണ് ചേഞ്ച് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ചേഞ്ചാണ് കൊടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി ഇട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ ചേഞ്ച് കൊടുത്തിട്ട് ചേഞ്ച് ആവണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതങ്ങോട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ ചേഞ്ച് ആവണില്ല, എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് എന്നിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്ലോഡ് ആവണില്ലല്ലേ? സെറ്റായി. ഇനി നേരെ ബ്രൗസ് കൊടുക്കുക. ബ്രൗസ് കൊടുത്തിട്ട് ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാപ്ചർ നമ്മൾ നേരത്തെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപ്ചർ എടുത്തിടാം. നിങ്ങളുടെ ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. കണ്ടോ ഞാനിപ്പോൾ പരമാവധി ആ സെൻറ്ററിലാക്കി വെച്ചായിരുന്നു എൻ്റെ കറക്റ്റ് ഫില്ലായിട്ട് വന്നത്. നിങ്ങളങ്ങനെ പരമാവധി അങ്ങനെ ആക്കാം. എന്നിട്ട് നമ്മൾ അവിടെ സേവ് കൊടുത്താൽ മതി. താഴെ സംഭവം കംപ്ലീറ്റ് ആയി. ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൊണ്ട് തന്നെ നമ്മൾ ചെയ്താൽ പിന്നെ അതേവിടെ പബ്ലിഷും കൊടുക്കണം. എന്നാലേ അത് സേവ് ആവുള്ളൂ, അല്ലെങ്കിൽ പണി പാളിസാവും. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴാണ് വ്യൂ ചാനലിൻ്റെ ഉപയോഗം. വ്യൂ ചാനൽ ക്ലിക്ക് ചെയ്താൽ ഇത് നമുക്ക് പോയി നോക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ശരി.